നമ്മുടെ നാട്ടിലിപ്പോൾ മിക്കവർക്കും കൊളസ്ട്രോൾ ഉണ്ടല്ലേ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മിക്കവരും തന്നെ ശ്രമിക്കാറ് പോലും ഇല്ല. വല്ലപ്പോഴും അല്ലേ ഡോക്ടർ ഇതൊക്കെ കഴിക്കാറുള്ളൂ. നല്ല ഭക്ഷണം കഴിക്കാണ്ട് പിന്നെ എന്ത് ജീവിതമാ, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കണ്ടേ എന്നൊക്കെയാണ് മിക്കവരും പറയാറ്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വായിക്ക് രുചിയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റിയാലോ. എങ്ങനെയാണെന്നല്ലേ. ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ അഞ്ജലി. ഞാൻ കുട്ടികളുടെ ഡോക്ടറാണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊളസ്ട്രോൾ വരാൻ അധികം വലിയ പ്രായമൊന്നും വേണ്ട. നല്ല പ്രായമായവർ മുതൽ 13-14 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നല്ലേ. പ്രധാനമായിട്ടും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പം മിക്കവരും ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ, അതായത് ഹൈ ലെവൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു 201 മുതൽ 499 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ്. ഒരു 500 മേലൊക്കെ പോവുകയാണെങ്കിൽ വെരി ഹൈ, അത് ഭയങ്കര മോർബിഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ലെവൽ അവർ എവിടെയെങ്കിലും ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കും. ഹൈ കൊളസ്ട്രോൾ ലെവൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചിട്ടോ കാണിക്കാതെയോ അവർ തന്നെ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുത്ത് ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ ലെവൽ അങ്ങ് കുറയും. അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞെന്ന് തോന്നുമ്പോഴത്തേക്കും അവർ ഈ ടാബ്ലറ്റ് അങ്ങ് നിർത്തും. ടാബ്ലറ്റ് നിർത്തി 1-2 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും കൊളസ്ട്രോൾ പഴയപടി തന്നെ കൂടി തന്നെ വരും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ടാബ്ലറ്റ് ലൈഫ് ലോങ് എടുക്കേണ്ട സാധനമാണ്, ടാബ്ലറ്റ് നിർത്തി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും. അങ്ങനെ വിചാരിച്ച് ടാബ്ലറ്റ് അവരെടുക്കുന്നത് കൂടി അങ്ങ് നിർത്തും. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടാബ്ലറ്റ് എടുത്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താതെ ടാബ്ലറ്റ് എടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ ജീവിതശൈലിയിൽ, ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. അപ്പം നമ്മളുടെ ജീവിതശൈലിയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നല്ലേ. അതിനായിട്ട് കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ ശരീരത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഊർജം, ഭക്ഷണം വഴി നമ്മൾ കൊടുക്കുന്ന ഊർജം നമ്മളുടെ ബോഡി സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ എന്താണെന്നല്ലേ. ഒന്നാമത്തത്, നമ്മളുടെ ശരീരത്തേക്ക് ആവശ്യത്തിന് മാത്രം ഊർജം കൊടുക്കുക. രണ്ടാമത്തത്, നമ്മളുടെ ശരീരത്തേക്ക് നമ്മൾ എക്സസൈസ് അഥവാ ഊർജം കൊടുക്കുകയാണെങ്കിൽ ആ ഊർജത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു വിധേന മാക്സിമം അങ്ങ് ഉപയോഗിച്ച് കളയുക. അപ്പോൾ ഇതാണ് 2 മാർഗങ്ങൾ. അതിൽ ഒന്നാമത്തെ മാർഗം എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് മാത്രം ഊർജം കൊടുക്കുക. അതെങ്ങനെയാ ചെയ്യുക? അത് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നല്ലേ. നമ്മളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മൾ വലിയ റാപ്പിഡായിട്ട് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുക്കാം. അപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കുന്ന ശീലം മിക്കവർക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾ പാൽച്ചായ കുടിക്കുന്നവരാണെങ്കിൽ പറ്റുമെങ്കിൽ ആ പാൽച്ചായ മാറ്റിയിട്ട് കട്ടൻ ചായ കുടിക്കുക. ഇനി കട്ടൻ ചായ അല്ല, നിങ്ങൾക്ക് ഗ്രീൻ ടീ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഗ്രീൻ ടീ രാവിലെയും വൈകുന്നേരവും കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയും. ഇനി ഇതല്ല, ഞങ്ങൾക്ക് പാൽച്ചായ തന്നെ കുടിക്കണം ഡോക്ടറെ, പാൽച്ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്നവരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പാലിനും വെള്ളത്തിനും എടുക്കുന്ന ഒരു പ്രപ്പോർഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ പാലിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കുക. അടുത്ത തവണ ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾ ചായയിലിടുന്ന പഞ്ചസാരയുടെ കണക്ക്, ഈ നമ്മൾ കൊളസ്ട്രോൾ കുറയാനായിട്ടേ പൊതുവായിട്ടുള്ള ഒരു ഇതുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വെള്ള കളറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ നിർത്തണം. ഈ വെള്ള കളറിലെ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചസാര, വൈറ്റ് റൈസ്, പിന്നെ പച്ചരി, പിന്നെ മുട്ട, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ പഞ്ചസാരയുടെ കാര്യം പറയുകയാണെങ്കിൽ, പഞ്ചസാര എന്ന് പറയുന്ന ഒരു സൈലന്റ് കില്ലറാണേ. അത് കൊളസ്ട്രോൾ എന്നല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാക്കും. അപ്പോൾ പഞ്ചസാര കുറയ്ക്കേണ്ട കാര്യം പറയുമ്പോൾ, ഇപ്പം നമ്മൾ ചായയിലൊക്കെ ആണെങ്കിലും ഒരു ഗ്ലാസ് ചായയിൽ 2-3 സ്പൂൺ പഞ്ചസാര വരെ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ 3 സ്പൂൺ ഉപയോഗിക്കുന്നവർ 2.5 സ്പൂൺ ആക്കുക, 2 സ്പൂൺ ഉപയോഗിക്കുന്നവർ 1.5 സ്പൂൺ ആക്കുക. പതിയെ പതിയെ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. ഇനി നിങ്ങൾ രാവിലെ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്? സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്നത് പുട്ടോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ പുട്ട് കഴിക്കുന്നവർ അരിയുടെ പുട്ട് കഴിക്കാതെ ഗോതമ്പിന്റെ പുട്ട് കഴിക്കുക. അപ്പൊ ഈ അരിയും ഗോതമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതല്ലേ. ഗോതമ്പില് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. നമ്മൾ എന്തോരം അരിയുടെ ആഹാരം കുറയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയും. പിന്നെ ദോശ കഴിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ പുട്ട് കഴിക്കുന്നു, ഇപ്പൊ പുട്ടിന്റെ കൂടെ ചിലർ പുട്ടും പഴവുമായിട്ട് കഴിക്കും.
ഇങ്ങനെ പുട്ടും പഴവുമായിട്ട് കഴിക്കാതെ പുട്ടിന്റെ കൂടെ നിങ്ങൾ പയറോ അല്ലെങ്കിൽ കടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയുടെ എന്തെങ്കിലും വെജിറ്റബിൾ സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. അതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയും. പഴം പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഫ്രൂട്ട്സ് കഴിക്കണം. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള കോമ്പിനേഷൻസ് ഒന്ന് മാറ്റണമെന്നാണ്. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഓയിലിന്റെ അളവ്. ഇപ്പൊ പലർക്കും ഒരു വിചാരമുണ്ട്, നമ്മൾ ഭക്ഷണത്തിന് ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്, ബാക്കിയൊന്നും പ്രശ്നമില്ല എന്നുള്ളത്. സാധാരണയായിട്ട് അങ്ങനെ അല്ല ശരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ ചിലർക്കുള്ള ഒരു പ്രധാന സംശയമാണ് എന്ത് ഓയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ പലരും ഉപയോഗിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. എന്ത് ഓയിൽ ഉപയോഗിക്കണം എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വെളിച്ചെണ്ണയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പാചകത്തിനും കൂടി ഒരു ദിവസം മാക്സിമം ഒരു 3 സ്പൂണിലധികം എണ്ണ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന്റെ അളവ് വളരെയധികം നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കുറയുന്നതായിരിക്കും. പിന്നെ രാവിലെയൊക്കെ നട്ട്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിക്കാം. നിങ്ങൾക്ക് ആൽമണ്ടോ ബദാമോ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാഷ്യൂ നട്ട് പരമാവധി കുറയ്ക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക. ഓറഞ്ച് ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ഇനി ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതിനേലും നല്ലത് ഫ്രൂട്ട്സ് എപ്പോഴും അരിഞ്ഞ് മുറിച്ച് ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നിങ്ങളുടെ എനർജി എക്സ്പെൻഡിച്ചർ കൂടും. കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് പരമാവധി കുറയ്ക്കുക. ഇനി രാവിലത്തെ ഭക്ഷണത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ഡയറ്റിലും വരും, നല്ല ഒരു മാറ്റം നിങ്ങളുടെ കൊളസ്ട്രോളിന്റെ ലെവലും വരും. ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അത് ഉച്ചക്കത്തെ ഫുഡ് ആയാലും രാത്രിക്കത്തെ ആയാലും, എപ്പോഴും നിങ്ങൾ കഴിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് നിങ്ങൾ അറിയാതെ തന്നെ കുറയും. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നമ്മളുടെ വീട്ടിലെല്ലാം മിക്കവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു പ്ലേറ്റിൽ നിറയെ നമ്മൾ ചോറെടുക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു ബോളിൽ നമുക്ക് വേണ്ട കറികൾ എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ചോറ് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ കറികൾ ഈ ബോളിൽ നിന്ന് എടുക്കും. ഇങ്ങനെയായിരിക്കും മിക്ക വീടുകളിലും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ചോറെടുക്കുന്ന പ്ലേറ്റ് ഏതാണോ അതിലേക്ക് തന്നെ നിങ്ങൾ കറി എടുക്കുക. അപ്പൊ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തത്, എല്ലാ കറികളും എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ചോറിന്റെ അളവ് ഓട്ടോമാറ്റിക്കലി അവിടെ കുറയും. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു പിക്കി ഈറ്റിംഗ് നിങ്ങൾ നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ കറികളും പതിയെ കഴിച്ചു തുടങ്ങും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മുതൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി എങ്ങനെയാണ് ഭക്ഷണം എടുക്കുന്നതെന്ന് പറയാം. ഇപ്പൊ ഉച്ചക്ക് നിങ്ങൾ കഴിക്കുന്ന ഊണിനാണെങ്കിൽ നിങ്ങൾ ഒരു പ്ലേറ്റ് എടുക്കുമല്ലോ. നിങ്ങൾ ആ പ്ലേറ്റിന്റെ പകുതി ഭാഗം നിങ്ങൾ പച്ചക്കറികൾ എടുക്കുക. ബാക്കി പകുതിയുടെ പകുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ എടുക്കുക. ഇനി അതിന്റെ പകുതി മാത്രം നിങ്ങൾ ചോറെടുക്കുക. അപ്പൊ നിങ്ങൾ പറയും, ഡോക്ടറെ ചോറ് ഭയങ്കര കുറവല്ലേ? അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്രയും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ? തീർച്ചയായിട്ടും മാറും. ഞാൻ ഈ പകുതി ഭാഗം പച്ചക്കറി എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറിയും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് അവിയലോ അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ തോരനോ ക്യാരറ്റിന്റെ തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബീൻസിന്റെ എന്തെങ്കിലും പയറ് തോരനോ മെഴുക്ക് പുരട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം ഒന്ന് കുറയ്ക്കണമെന്നേ ഉള്ളൂ. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് അതുപോലെയുള്ളത് മാത്രം കുറച്ചാൽ മതി. പിന്നെ എന്ത് വേണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറികൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ മോര്, തൈരൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് എല്ലാ ദിവസവും നിങ്ങളുടെ ഊണിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. കാരണം അതിൽ പ്രോബയോട്ടിക്സ് ഒരുപാടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ പച്ചക്കറികൾ അങ്ങനെ ധാരാളമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിശപ്പ് കെടുകയും ചെയ്യും. പിന്നെ പച്ചക്കറികളിൽ ഫൈബർ ഉണ്ട്. ഫൈബറിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. നമ്മളുടെ കഴിക്കുന്ന ഡയറ്റിൽ നമ്മൾ എന്തോരം ഫൈബർ ഉൾപ്പെടുത്തുന്നോ നമ്മുടെ ബോഡിക്ക് അത്രയും നല്ലതാണ്. പിന്നെ ബാക്കി പകുതിയുടെ കാര്യം വരാം. അപ്പൊ ഈ ബാക്കി പകുതിയിൽ ഹാഫ് പോർഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ചിക്കനോ മീനോ എടുക്കാൻ. ഇനി ബീഫോ മട്ടനോ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് കുറയ്ക്കേണ്ടി വരുവേ. കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ബീഫൊക്കെ പരമാവധി നിർത്തുന്നതാണ് നല്ലത്. കാരണം അതെന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് ആണ്. അപ്പൊ റെഡ് മീറ്റ് നമ്മളുടെ കൊളസ്ട്രോളിന് കൊള്ളത്തില്ല. പക്ഷെ നമുക്ക് ചിക്കൻ കഴിക്കാം. ഇനി ചിക്കൻ കഴിക്കുന്നത് തന്നെ ചിക്കൻ കറി വെച്ചിട്ട് കഴിക്കുക. മീനാണെങ്കിലും കറി വെച്ചിട്ട് കഴിക്കുക, ഫ്രൈ ചെയ്തിട്ട് കഴിക്കരുത്. അപ്പൊ ചിലർ പറയും, ചിലർക്ക് ചിക്കൻ ഗ്രില്ല് കഴിക്കുന്നവർ ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ് അങ്ങനെയുള്ള ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ
നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് കഴിക്കുക, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കഴിക്കുന്ന ആ ഒരു പോർഷന്റെ അളവ് പരമാവധി കുറയും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എപ്പോഴും കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ മീന് ധാരാളം കഴിക്കാം. ഇപ്പൊ അയലയോ ചാളയോ ചൂരയോ ഒക്കെ ആണെങ്കിലും അത് കറി വെച്ചിട്ട് കഴിക്കുക. അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെയധികം ഉണ്ട്. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ബുദ്ധിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മീൻ കറി വെച്ചിട്ട് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ മീൻ കറി കഴിക്കുക. പിന്നെ ബാക്കിയുള്ള ഭാഗമാണ് ചോറിൻ്റെത്. ചോറ് എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്ക വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെള്ള കളറിലെ ചാക്കരി ആയിരിക്കും. അത് എടുക്കാതിരിക്കുക. അതിന് പകരം കുത്തരി ഉപയോഗിക്കുക. അപ്പൊ കുത്തരിയുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഡോക്ടറെ എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കറി ചേർത്ത് കൂട്ടി അങ്ങ് കഴിച്ചു നോക്കിക്കേ, ആ ടേസ്റ്റ് ഒന്നും അറിയത്തില്ലെന്നേ. അപ്പൊ അങ്ങനെയൊന്ന് ഇനി തൊട്ട് ശ്രമിച്ചു നോക്കണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പെട്ടെന്ന് കഴിക്കരുത്. ഭക്ഷണം എപ്പോഴും പതിയെ സമയമെടുത്ത് ചവച്ചരച്ച് വേണം കഴിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭക്ഷണം പതിയെ കഴിക്കുന്നവർക്ക് പൊതുവെ വണ്ണം കുറവായിരിക്കും, ഭക്ഷണം പെട്ടെന്ന് കഴിക്കുന്നവർക്ക് വണ്ണം കൂടുതലുമായിരിക്കും. ഇതിന്റെ ഒരു കാരണം അതാ. അപ്പൊ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പതിയെ ചവച്ചരച്ച് വേണം കഴിക്കാൻ. അപ്പൊ ഉച്ചക്കത്തെ കാര്യം കഴിഞ്ഞ് ഇനി രാത്രിക്കത്തെ ഫുഡ് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഗോതമ്പിന്റെ ഫുഡൊക്കെ ഇഷ്ടമാണ്, ചപ്പാത്തിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഷുഗർ, നിങ്ങളുടെ കൊളസ്ട്രോളിന്റെ ലെവൽ ഒരുപാട് കൂടുതലുള്ളവരാണെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് രാത്രി ഒരു ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. രാത്രി എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴേ മിനിമം ഒരു 8 മണിക്ക് മുമ്പെങ്കിലും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. ശരിക്കും ആയുർവേദത്തിലൊക്കെ പറയുന്നത് 6 മണിക്ക് മുന്നേ കഴിക്കണമെന്നാണ്, സൺസെറ്റിന് മുന്നേ കഴിക്കണമെന്നാണ്. പക്ഷെ അത് പലർക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി ഒരു 8 മണിക്ക് മുന്നേ എങ്കിലും നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടക്ക് നമ്മൾ കഴിക്കുന്ന സ്നാക്സ് നിങ്ങൾ തീരെ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പേസ്ട്രികൾ, പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ബർഗർ, ചിപ്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഇതല്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതിനോടൊക്കെ ക്രേവിങ്സ് ഉണ്ട്, ഡോക്ടറെ ഞങ്ങൾ എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് എടുത്ത് വെച്ചിട്ട് മനസ്സിൽ തന്നെ വിചാരിക്കുക, ഇതെനിക്ക് കേടാണ്, ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോൾ കൂടും, എനിക്ക് മരണം സംഭവിക്കും, ഇത് വിഷമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് കഴിക്കാൻ നോക്കിക്കേ, നിങ്ങളത് കഴിക്കത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളോട് ഇത് കഴിക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ക്രേവിങ്സ് വരുമ്പോഴോ ഇങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ നോക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും കഴിക്കുന്നതിന്റെ അളവ് പരമാവധി കുറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ വരുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതായത് നമ്മുടെ ശരീരത്തേക്ക് എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു എനർജി, എക്സസ് ആയിട്ട് വരുന്ന ഊർജം എങ്ങനെ നമുക്ക് ഉപയോഗിച്ച് തീർക്കാം എന്നുള്ളത്. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡേ ഉള്ളൂ, എക്സർസൈസ് ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസം മിനിമം 30-40 മിനിറ്റ് എങ്കിലും ഒരു മനുഷ്യൻ എക്സർസൈസ് ചെയ്തിരിക്കണം. പക്ഷേ എക്സർസൈസ് എന്ന് പറയുമ്പോൾ സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സർസൈസ്, അതായത് നമ്മൾ വിയർക്കുന്ന രീതിയിൽ എക്സർസൈസ് ചെയ്തിരിക്കണം. പക്ഷേ പലർക്കും എക്സർസൈസ് ചെയ്യാൻ പൊതുവെ മടിയാണ്. നമ്മളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുന്നവർ? വളരെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ സമയം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ബോഡിയുടെ ആക്ടിവിറ്റി കുറച്ച് കൂട്ടാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത കവലയിലോ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ളൊരു കടയിലോ ഒക്കെ സാധനം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ബൈക്കോ കാറോ എടുത്തുകൊണ്ട് പോകാതെ നടന്നു പോയിട്ട് മേടിക്കുക. കുറച്ച് നടക്കുന്നതിലൊന്നും നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൂടെ 2 ലാഭമാണ്. 1, നിങ്ങളുടെ പെട്രോളും ലാഭിക്കാം, 2, നിങ്ങളുടെ കൊളസ്ട്രോളും കുറയ്ക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് കളിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഓടിക്കളിക്കുക. കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ മാത്രമല്ല കേട്ടോ, കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മനസ്സിന്റെ സ്ട്രെസ് കുറയും, സന്തോഷം കൂടും, കൊളസ്ട്രോൾ ലെവൽ കുറയും, പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രഷർ ലെവൽ കുറയും. അപ്പൊ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുട്ടികളുടെ കൂടെ ഏറ്റവും സമയം ചെലവഴിക്കുന്നവർക്ക് പൊതുവെ പ്രായം കുറവായിരിക്കും, അവർ ഏജ് ആകുന്നതിന്റെ റേറ്റ് കുറവായിരിക്കും. അതിനുള്ള ഒരു കാരണം ഇതാണ്.
പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്ഥിരമായിട്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 30-40 മിനിറ്റ് കൂടുമ്പോൾ നിർബന്ധമായിട്ടും ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നടക്കാൻ ശ്രമിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യരുത്. അവർക്ക് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വണ്ണമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ നിങ്ങൾ പോയി നിങ്ങളുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൊളസ്ട്രോൾ മിക്കവർക്കും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സൈക്കിൾ ചവിട്ടുക. അതല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിലും വീടിന്റെ നമ്മുടെ മുറ്റത്തൊക്കെ ആണെങ്കിലും ഒന്ന് നടക്കുക. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെടികളൊക്കെ നടുക. അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുകയും നടക്കുകയും ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനും കുറച്ച് സന്തോഷം കിട്ടും, നമ്മുടെ ശരീരം ഒന്ന് അനങ്ങും, നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസും ഒന്ന് കൂടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പൊടിക്കൈ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു 1-2 വെളുത്തുള്ളി എടുത്ത് കഴിക്കുക. വെളുത്തുള്ളിയിൽ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്ത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കൊളസ്ട്രോൾ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.